ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ട് കുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈ ഇടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇത് ഒരു ആലങ്കാരികമായ പ്രസ്താവനയാണ്. പാപിയായ മനുഷ്യൻ്റെ വിവിധമായ ക്രൂര സ്വഭാവങ്ങളെയാണ് മൃഗങ്ങളിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഒരാൾ ദൈവഭക്തനായി തീരുമ്പോൾ അയാളുടെ ക്രൂര സ്വഭാവങ്ങളെ മാറി കുഞ്ഞാടിനെ പോലെ മെരുക്കമുള്ള സൗമ്യമുള്ള വ്യക്തിയായി ദൈവത്തിൻ്റെ രാജ്യത്തിൽ അങ്ങനെയുള്ള വ്യക്തിയായി രൂപാന്തരപ്പെടും എന്നാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മർക്കടാമുഷ്ടിയും ക്രൂര സ്വഭാവവും മാറ്റി സൗമ്യമുള്ള ഒരു കുഞ്ഞാടിനെ പോലെ വലിയ ഇടയനായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.